നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? തടസ്സങ്ങൾ നീക്കി ആഗ്രഹസാഫല്യം വേഗത്തിൽ കൈവരിക്കാൻ ശക്തിയുള്ള ഒരു ഉപാധിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കേവലം വിശ്വാസം എന്നതിലുപരി ഭക്തിയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും ശക്തിയാൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മാർഗം. നിങ്ങളുടെ ആഗ്രഹം, സ്വപ്നങ്ങൾ സാഫല്യമാക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ ശ്രീരാമജയ എന്ന് എഴുതുക. ശ്രീരാമനാമം എഴുതി ഭക്തിയോടെ ഹനുമാൻ സ്വാമിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്ന ഈ ലളിതമായ കർമ്മം നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. 6 ചൊവ്വാഴ്ചകൾ മാത്രം മതി. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ സങ്കടങ്ങൾ തീർന്ന് ആഗ്രഹങ്ങൾ പൂവണിയുന്നത് നിങ്ങൾക്ക് നേരിട്ടറിയാൻ കഴിയും. മനസ്സിലെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ വളരെ ശക്തിയേറിയതും എന്നാൽ ലളിതവുമായ ഒരു വഴിപാടാണ് ശ്രീരാമ ജയം എഴുതി മാലയാക്കി ഹനുമാൻ സ്വാമിയെ അണിയിക്കുക എന്നത്. ഇതിനായിട്ട് പേപ്പറാണ് ആവശ്യം, അതും വെള്ള പേപ്പർ. ആ പേപ്പറിനകത്ത് അതല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കായിട്ട് തന്നെ വാങ്ങിക്കാം. അതിൽ ശ്രീരാമ ജയ അല്ലെങ്കിൽ ഓം ശ്രീരാമ ജയ എന്ന് എഴുതി ചെറിയതായിട്ട് എഴുതിയിട്ട് ആ ഓരോ തുണ്ട് പേപ്പറുകൾ കീറിയെടുത്ത് അതിനെ ആ ഓരോ പേപ്പറിനകത്തും ശ്രീരാമജയ എന്ന് എഴുതുമ്പോൾ തന്നെ നിങ്ങളുടെ ആഗ്രഹം ചിന്തിച്ചുകൊണ്ടും ഭഗവാനോട് വളരെ ഭക്തിയോടുകൂടിയും വേണം എഴുതുവാനായിട്ട്. ഓരോ ചെറിയ പേപ്പറിനകത്ത് എഴുതിയിട്ട് ഈ പേപ്പറുകളെ എല്ലാം കോർത്തുകൊണ്ടാണ് നമ്മൾ മാലയാക്കുന്നത്. 108 തവണയാണ് ഇങ്ങനെ എഴുതുന്നത്. അതായത് 108 തവണ ചെറിയ പേപ്പറിൽ ശ്രീരാമജയ എഴുതി അതിനെ മടക്കി ഒരു നൂല് കൊണ്ട് മാലയാക്കി കിട്ടി, അതല്ലെങ്കിൽ ഒരു സൂചി നൂലും എടുത്ത് കോർത്തുകൊണ്ട് അതിനെ ഒരു മാലയാക്കിയിട്ട് ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയിലാണ് ഇത് ചാർത്തേണ്ടത്. ഇത് 6 ചൊവ്വാഴ്ചകളിലാണ് ചെയ്യേണ്ടത്. ഈ 6 ചൊവ്വാഴ്ചകളിലും രാവിലെ കുളിച്ച് വൃത്തിയായി അതേപോലെ മനസ്സും ശരീരവും നമ്മുടെ പൂജാമുറിയും ശുദ്ധമാക്കിയതിന് ശേഷം ഇങ്ങനെ എഴുതിയതിന് ശേഷം ഇതിനെ ഒരു മാലയാക്കി ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുക. അതിനുശേഷം ഹനുമാൻ ചാലിസ ചൊല്ലുന്നതോ ഹനുമാൻ ചാലിസ കേൾക്കുന്നതോ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് സ്ട്രെങ്തിന്റെ, കറേജിന്റെ, അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലെ ഭയമൊക്കെ മാറ്റുന്നതിനും ഒക്കെ വളരെയധികം ശക്തിയുള്ള ഒരു ദൈവമാണ് ഹനുമാൻ എന്ന് പറയുന്നത്. ഹനുമാൻ ചിരഞ്ജീവിയാണ്, ഇപ്പോഴും ജീവനോടെ ഇരിക്കുമെന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം പറയുന്നത്. അപ്പോൾ അത്രയും ശക്തമായി ചിരഞ്ജീവി ആയിട്ടുള്ള ഒരു ദൈവത്തിന് നിങ്ങൾ അത്ര വിശ്വാസത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു ആഗ്രഹവും ഉറപ്പായിട്ടും നടക്കുന്നതാണ്. ഈ 108 എഴുതുന്നതില് 107 എണ്ണവും ശ്രീരാമജയ എഴുതിയിട്ട് 108ാമത്തത് ഹനുമാൻ ജയ എന്നാണ് എഴുതേണ്ടത്. അത് മാത്രം ശ്രദ്ധിക്കുക. ഇത് തുടർച്ചയായ 6 ചൊവ്വാഴ്ചകളിലാണ് ചെയ്യേണ്ടത്. പീരീഡ്സ് കൊണ്ട് മുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചൊവ്വാഴ്ച വിട്ടിട്ട് അടുത്ത ചൊവ്വാഴ്ച നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഈ വഴിപാടിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ രാമനും ഹനുമാനും, അതായത് രാമജയം എന്നത് ശ്രീരാമന്റെ നാമവും രാമനാമം ജപിക്കുന്നത് ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയങ്കരനാണ്. കാരണം ഹനുമാൻ സ്വാമിയുടെ ഹൃദയത്തിലാണ് രാമഭഗവാനും അതേപോലെ തന്നെ സീതാദേവിയും ഉൾക്കൊള്ളുന്നത്. ഹനുമാൻ സ്വാമി രാമഭക്തരിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ പ്രസാദിക്കുന്ന ഒരു ദൈവമാണ്. ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിയുടെ പ്രിയപ്പെട്ട ദിവസമാണ്. അതുകൊണ്ടാണ് ഈ വഴിപാട് നമ്മൾ ചൊവ്വാഴ്ച നടത്തുന്നത്. നിങ്ങൾ ഹനുമാൻ ചാലിസ ചൊല്ലുന്നത് കൊണ്ടും ഈ വഴിപാട് ചെയ്യുന്നത് കൊണ്ടും നിങ്ങളുടെ മനസ്സിന് ശാന്തിയും ധൈര്യവും ലഭിക്കും. അതേപോലെ തന്നെ ലക്ഷ്യത്തിലേക്കുള്ള വഴി കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ നിങ്ങളുടെ ഏതൊരു വലിയ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോസ് ഒക്കെ തന്നെ പൂർണ്ണമായി കേൾക്കുവാൻ ശ്രമിക്കുക. കാരണം ഇതിന്റെ ചില ഭാഗങ്ങളിലായിരിക്കും നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്. ചിലപ്പം പല വഴിപാടുകളും പറഞ്ഞു വരുമ്പോഴായിരിക്കും അതിനകത്ത് എന്തെങ്കിലും വിട്ടുപോയെന്ന് മനസ്സിലാവുന്നതും അത് ലാസ്റ്റ് ഇടയ്ക്കെങ്ങാനും ആയിരിക്കും ഉൾപ്പെടുത്തുന്നത്. അപ്പൊ സ്കിപ്പ് ചെയ്ത് പോകുന്നവര് ചിലപ്പോൾ പൂർണ്ണതയോടെ ആയിരിക്കില്ല ഈ ഒരു വഴിപാടുകളൊക്കെ തന്നെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ശ്രമിക്കുക. പേഴ്സണൽ കൺസൾട്ടേഷനോ അതല്ലെങ്കിൽ ടാരറ്റ് റീഡിങ്ങിനോ ആയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ
വരാഹി കവച മെഡിറ്റേഷനിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുള്ളവരും ഈ നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കുക. ഈ ഒരു മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹ സാഫല്യം എന്നതിലൊക്കെ ഉപരി വരാഹി ദേവിയും ആയിട്ട് ഒരു പ്രത്യേകതര ബന്ധം നിങ്ങൾക്ക്, അതല്ലെങ്കിൽ ഒരു ഭക്തിപൂർവമായിട്ടുള്ള ഒരു കണക്ഷൻ, ഒരു എനർജി കണക്ഷൻ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും, അങ്ങനെ ആ ഒരു ഭക്തി തലത്തിലേക്ക് നിങ്ങൾ മാറുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ കർമ്മഫലങ്ങളൊക്കെ കുറേയൊക്കെ ക്ലിയർ ആയി നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നത് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഈ ഒരു മെഡിറ്റേഷനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴത്തെ നമ്പറിനകത്ത് മെസ്സേജ് അയക്കുക.